ലിഡിയ ജേക്കബ് ചേരുന്നു. ലിഡിയ, പൊതുദർശനവും സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ധന്യ, ഇപ്പോൾ മൃതദേഹമുള്ളത് ആലുവ രാജഗിരി ആശുപത്രിയിലാണ്. അല്പസമയത്തിനുള്ളിൽ ആലുവ രാജഗിരിയിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റും. മറ്റന്നാൾ, അതായത് ശനിയാഴ്ചയാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിയോടെ മൃതദേഹം ആലുവ രാജഗിരി ആശുപത്രി മോർച്ചറിയിൽ നിന്നും വീട്ടിലേക്ക്, അതായത് പെരുമ്പാറുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 11 മണിയോടെയാകും മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. അതിനുശേഷം അവിടെ പൊതുദർശനവും മറ്റ് കാര്യങ്ങളുമൊക്കെ നടക്കും. അതായത് 87 വയസ്സായിരുന്നു പി തങ്കച്ചന് ഉണ്ടായിരുന്നത്. അതായത് ദീർഘനാളായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ആലുവ ഈ രാജഗിരി ആശുപത്രിയിൽ തന്നെയായിരുന്നു ചികിത്സ തേടിയിരുന്നത്. കഴിഞ്ഞ 15-ാം തീയതിയാണ് അദ്ദേഹത്തെ അവസാനമായി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചെറിയ രീതിയിലുള്ള കുറവുകൾ കാണിച്ചിരുന്നെങ്കിലും ശ്വാസകോശത്തിലുണ്ടായിരുന്ന അണുബാധയാണ് മരണകാരണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് എത്തിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. രാഷ്ട്രീയത്തിന് തന്നെ വലിയ തീരാ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുതിർന്ന നേതാക്കളെല്ലാം ഇങ്ങോട്ടേക്ക് എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്യും. നിലവിലിവിടെ അംഗസാദത്ത് MLA, എൽദോസ് കുന്നപ്പള്ളി MLA അടക്കമുള്ള MLA-മാരുണ്ട്. അല്പസമയത്തിനുള്ളിൽ മന്ത്രി MP രാജേഷ് അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. ശരി ലിഡിയ.